സാറേ, ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ ഏപ്രിൽ 1 അവരുടെ ആക്രമണം അഴിച്ചുവിടുന്നത്. തിരിച്ച് ഇറാൻ പ്രതിരോധിക്കുന്നു, തിരിച്ചടിക്കുന്നു. ഇന്ത്യൻ ജീവനക്കാർ വർക്ക് ചെയ്തിരുന്ന ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള, ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഷിപ്പ് അവർ പിടിച്ചെടുക്കുന്നു. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇറാനിലെ ഇസ്ഫഹാൻ എന്ന് പറയുന്ന പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഈ ഒരു ആക്രമണത്തിൽ ഇറാൻ പഠിക്കുന്നത് എന്താണ്? ഓൾറൈറ്റ്. അപ്പോൾ കാര്യങ്ങളുടെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡമാസ്കസിലുള്ള എംബസി ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഏപ്രിൽ 1 വാസ്തവത്തിൽ ഈ എംബസിയുടെ അടുത്തുള്ളൊരു കെട്ടിടമാണ് ആക്രമിച്ചത്. അവിടെ ജനറൽമാർ വന്നു കൂടിയിരുന്ന ഒരു ലക്ഷ്യമിട്ടാണ് ആക്രമിച്ചത്. പക്ഷേ അത് എംബസി എന്നങ്ങ് പറഞ്ഞ് ഇറാനെ ആക്രമിച്ചു ഇസ്രായേൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചിട്ട് അതിന് ഞങ്ങൾ പകരം ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിനെ ആക്രമിച്ചു നോക്കി. ആക്രമിക്കാൻ 300 ഡ്രോൺസ് ഉപയോഗിച്ചു ആൻഡ് വേരിയസ് അതർ പ്രൊജക്ടൈൽസ്. അപ്പോൾ ഇസ്രായേൽ ഞെട്ടിപ്പോകും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇറാൻ വിട്ട 300 ഡ്രോൺസിൽ കാര്യമായിട്ടൊന്നും ഇസ്രായേലിലേക്ക് എത്തിയില്ല. പോരുന്ന വഴിയിൽ US, UK, KS അല്ലെങ്കിൽ സൗദി അറേബ്യ, പിന്നെ അതുകൂടാതെ ജോർഡൻ മുതലായ രാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇതെല്ലാം മിക്കതും അടിച്ചു താഴെയിട്ടായിരുന്നു. അപ്പോൾ ഇസ്രായേലിലേക്ക് ഒരു കുഴപ്പം സൃഷ്ടിക്കുന്ന രീതിയിൽ വന്ന ഡ്രോൺസ് വളരെ ചുരുക്കമാണ്. അവർ പറയുന്നതനുസരിച്ചൊരു പെൺകുട്ടിക്ക് മാത്രം എന്തോ പരിക്ക് പറ്റി എന്നുള്ളതാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതോടുകൂടി കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നു എന്നാണ് ഇറാൻ അവകാശപ്പെട്ടത്. അവർ കരുതിയതും എല്ലാം തീർന്നു എന്നാണ്. കാരണം അവർ ഇതിനു മുമ്പ് അമേരിക്കൻ എംബസി പണ്ട് അവിടുത്തെ എംബസി സ്റ്റാഫിനെ പിടിച്ച് 365 ദിവസം ഹോസ്റ്റേജസ് ആയിട്ട് വെച്ചു. അതൊക്കെ കഴിഞ്ഞ് അവരത് അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് അമേരിക്ക വേറെ പ്രതികാര നടപടിയൊന്നും സ്വീകരിച്ചില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇതും തീർന്നു എന്നാണ് ഇറാൻ വിചാരിച്ചത്. പക്ഷേ ഇസ്രായേൽ ഈസ് എ ഡിഫറെൻറ്റ് കൺട്രി. അവരുടെ ടെറിട്ടറിയിൽ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഐ ഫോർ എൻ ഐ, എ ടൂത്ത് ഫോർ എ ടൂത്ത്, അങ്ങനെയാണ് അത് പോകുന്നത്. ഇതിൽ ഇപ്പം ഇസ്രായേൽ എന്ത് പ്രകോപനത്തിൻ്റെ പുറത്താണ് ഈ കോൺസുലേറ്റിൽ, ഡമാസ്കസിലെ ഈ കോൺസുലേറ്റ് ആക്രമിച്ചത്? അതായത് കോൺസുലേറ്റ്സിൽ ഇറാൻ്റെ കുറേ ജനറൽസ് ഉണ്ടായിരുന്നു. അവരാണ് ഹൂത്തികളുടെ ആക്രമണം നിയന്ത്രിച്ചിരുന്നത്, ഹമാസിൻ്റെ ആക്രമണം നിയന്ത്രിച്ചിരുന്നത്. അതേപോലെ ലബനോണിലുള്ള ഹെസ്ബുള്ള എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്, അവരുടെ ആക്രമണങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത്. ഇവരെല്ലാം പ്രോക്സി ആയിട്ട് ഉപയോഗിച്ചിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇറാനിൽ നിന്നല്ല അറ്റാക്ക് വരുന്നതെങ്കിലും പ്രാക്ടിക്കലി ഫോർ ഓൾ ഇൻറ്റൻസ് ആൻഡ് പർപ്പസസ് ഇറ്റ് വാസ് ആൻ അറ്റാക്ക് ഫ്രം ഇറാൻ യൂസിങ് പ്രോക്സിസ്. അപ്പോൾ ആ പ്രോക്സിസിനെല്ലാം കൺട്രോൾ ചെയ്തിരുന്ന ജനറൽസാണ് ഇവിടെ ഡമാസ്കസിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ അറ്റാക്ക് ചെയ്തു, അവരെ കൊന്നളയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ വൈരാഗ്യം തീർക്കാനാണ് ഈ 300 ഡ്രോൺസ് അയച്ചത്. 300 ഡ്രോൺസ് അയച്ചതിൽ നിന്നും ഒരു പാഠം ഇറാൻ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഈ 300 അയച്ചതല്ലാതെ അവിടെ ആർക്കൊന്നും സംഭവിച്ചില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറാൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നശിപ്പിക്കാനായിട്ട് പലരുണ്ട്. US, UK, സൗദി അറേബ്യ, അതേപോലെ ജോർഡൻ. അപ്പോൾ സൗദിയും ജോർഡനും ഒക്കെ ഇത് ചെയ്യുന്നതാണ് ഇറാൻ ഏറ്റവും സങ്കടം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പ്രശ്നമൊക്കെ തീർന്നെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇസ്രായേൽ. പക്ഷേ അങ്ങനെയല്ല. ഇസ്രായേലിന് അവരെ ആക്രമിച്ചവരെ അങ്ങനെ വെറുതെ വിടില്ല. അപ്പോൾ ദേ ഹാഡ് ടു ഡു സംതിങ്. അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കൺട്രീസ് അറ്റ് എ ടൈം അവരെ ആക്രമിച്ചു. ഒന്ന് സിറിയ, ഒന്ന് ഇറാഖ്, ഒന്ന് ഇറാൻ. അപ്പോൾ ഈ ഇറാഖിലും സിറിയയിലും ആക്രമിച്ചു. അതുകൂടാതെ ഇറാനിലാണെങ്കിൽ 8 സ്ഥലത്തും മറ്റും ആക്രമിച്ചു. 8 സ്ഥലത്ത് ആക്രമിച്ചതിൽ ഏറ്റവും രൂക്ഷമായ ആക്രമണം, ഏറ്റവും മറക്കാനാവാത്ത ആക്രമണം നടന്നത് ഇസ്ഫഹാനിലാണ്. അത് ഇറാൻ്റെ സകല മൊറാൽ, അവരുടെ ധൈര്യം മുഴുവനും നശിപ്പിച്ചു കളയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറി. അതിൻ്റെ കാരണം എന്താ? പ്രത്യാക്രമണത്തിൽ നിന്ന് അവരെ പിൻവലിച്ചതും ഈ ഒരു ഇസ്ഫഹാനിലെ ആക്രമണമാണ്. അതായത് ഇപ്പോൾ ഇസ്രായേൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ട് അതിലും വലുതായിട്ടൊക്കെ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞാലും അതിന് ധൈര്യം വരാത്തതിൻ്റെ കാരണം ഇതാണ്. ഇസ്ഫഹാനിൽ അവരത്രയധികം കാര്യങ്ങൾ മനസ്സിലാക്കി ഇറാൻ. കാരണം ഒന്നാമത്തെ കാര്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. റഷ്യ കൊടുത്ത
എയർ ഡിഫൻസ് ബാറ്ററീസ് അവരുടെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് അവർക്ക് എന്ത് ആക്രമണം നേരിടാൻ പറ്റും. ഏത് എയർഫോഴ്സ് വന്നാലും ഏത് ഫൈറ്റർ ജെറ്റ് വന്നാലും പ്രശ്നമില്ല, ഈ റഷ്യൻ എയർ ഡിഫൻസ് സിസ്റ്റം അവരെ രക്ഷിക്കും എന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. അപ്പോൾ അത് വെച്ചിട്ട് അവർ ആകുന്നത്ര ഈ വരുന്ന ഇസ്രായേലി ജെറ്റ്സിനെ അടിച്ചു വീഴ്ത്താനായിട്ട് അവർ ശ്രമിച്ചു. അത് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റ് എന്ന് പറഞ്ഞാൽ F-35 എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. പക്ഷേ അത് വെച്ചിട്ട് അവർ ഇറാൻ ഈ ഫൈറ്റർ ജെറ്റ്സിനെയൊക്കെ വീഴ്ത്താനായിട്ട് അവർ ശ്രമിച്ചു. പക്ഷേ ഈ സിസ്റ്റം ഒന്നും ഇസ്രായേലിൻ്റെ F-35 അടുത്ത് ഏശുന്നതല്ല, ഒരു കാര്യമില്ലായിരുന്നു. അത് ഇറാൻ്റെ എല്ലാ എയർ ഡിഫൻസ് ബാറ്ററീസും അവർ ഇസ്രായേൽ ആക്രമണത്തിൽ തകർത്തു. ഇസ്രായേലിൻ്റെ ഫ്ലൈറ്റ്സിനോ ജെറ്റ്സിനോ ഒരു പ്രശ്നം ഉണ്ടായില്ല. അത് മാത്രമല്ല, ആ പോകുന്ന വഴിക്ക് ഇസ്രായേൽ അവിടെയുള്ള ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിൻ്റെ ഒക്കെ ചുറ്റിനും മിസൈൽസ് വിട്ടു. ഈ ന്യൂക്ലിയർ പ്ലാന്റ്സിനെ ഒന്നും അറ്റാക്ക് ചെയ്തില്ല, അതിൻ്റെ ചുറ്റിനും മിസൈൽസ് വിട്ടു. എന്നിട്ട് അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് അടിക്കാവുന്നുള്ളൂ, നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കും, ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യും, എന്നിട്ട് ഞങ്ങൾ സുരക്ഷിതരായിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ തിരിച്ചു വരും എന്നുള്ളൊരു മെസ്സേജാണ് അവർ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പുഷ്പം പോലെ ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയും എന്ന് ഇറാൻ അവിടെ തിരിച്ചറിയാണ്. അല്ലാതെ ഇറാൻ അവിടെ നിന്നും ഇസ്രായേലിലേക്ക് മിസൈൽസ് അയക്കുന്ന പോലെ ഇസ്രായേലിൽ നിന്നും മിസൈൽസ് അയക്കുകയല്ല ചെയ്യുന്നത്. അവർ F-35 അതിൻ്റെ അടുത്ത് വരെ ചെന്നിട്ടാണ് പിന്നെ എന്തെങ്കിലും അറ്റാക്ക് നടത്തുന്നത്. അത് പ്രിസിഷൻ ടാർഗറ്റഡ് അറ്റാക്സാണ് നടത്തുന്നത്. അറ്റാക്ക് നടത്തിയത് ഇതിൽ നിന്നും അവരൊരു പാഠം പഠിച്ചു. ഈ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് എപ്പോൾ വേണമെങ്കിലും ഈ ഫാക്ടറീസൊക്കെ അടിച്ച് ഇസ്രായേലിനെ തകർക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതാണ് ഒരു ലെസൺ. പിന്നെ ഒരു ലെസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് ഡ്രോൺസാണ്. 300 ഡ്രോൺസ്. പക്ഷെ അത് അങ്ങോട്ട് എത്തിയില്ല. അത് 300 ഡ്രോൺസ് പ്ലസ് സം പ്രൊജക്ടൈൽസ്. അതൊക്കെ അങ്ങോട്ട് പോടുന്ന വഴിക്കാൻ ചതറിച്ച് കളഞ്ഞ ആൾക്കാർ. പിന്നെ എന്തെങ്കിലും അവിടെ എത്തിയെങ്കിൽ തന്നെ അത് പ്രത്യേകിച്ച് ഒരു ഇഫക്റ്റും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഈ ഡ്രോൺസ് വിട്ടതും ഡ്രോൺസ് മാനുഫാക്ചർ ചെയ്യുന്നതും ഇസ്ഫഹാനിലാണ്. ഡ്രോൺസ് അതേപോലെ തന്നെ വിട്ടതും ഈ പറയുന്ന സ്ഥലത്തു നിന്നാണ്, ഇസ്ഫഹാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇസ്ഫഹാൻ പ്രത്യേകം ടാർഗറ്റ് ചെയ്തു. ഈ ഡ്രോൺസ് മാനുഫാക്ചർ ചെയ്യുന്ന, ഇവരെ ആക്രമിക്കാൻ ഉപയോഗിച്ച ഡ്രോൺസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയും പൊളിച്ചു കളഞ്ഞു, ഡ്രോൺസും നശിപ്പിച്ച് ബാക്കിയുള്ളത് കളഞ്ഞു. പിന്നെ ഈ ന്യൂക്ലിയർ ഫാക്ടറിയോ ഇൻസ്റ്റലേഷനോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെപ്പോൾ വേണമെങ്കിലും അടിക്കാം എന്നുള്ള രീതിയിൽ അതിന് ചുറ്റിനും മിസൈൽസ് വിട്ടു. പക്ഷേ അവർ നേരിട്ട് അറ്റാക്ക് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്തെങ്കിലും പൊട്ടിത്തെറിയോടെ ഡേഞ്ചറസ് ലെവലിൽ ജനങ്ങൾക്കുണ്ടാകും എന്നുള്ള രീതിയിൽ അവരതൊന്നും ചെയ്തില്ല. പിന്നെ അവിടെ പല മിലിറ്ററി ബേസസ്, എയർ ബേസസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിനെയും അവർ അറ്റാക്ക് ചെയ്തു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി തങ്ങളുടെ പരമാധികാരത്തെ ഇസ്രായേൽ ഇനിയും ഹനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുന്നതാണ് കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പേ പ്രതികരിച്ചത്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിപ്പോൾ ഇസ്രായേലിനെ ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞു. അവർ കൊടുക്കാനുള്ള മെസ്സേജസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി ചെയ്താൽ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ചെയ്യാൻ ഇനിയിപ്പോൾ എന്തിനാ ഇസ്രായേൽ ചെയ്യണം? ഇസ്രായേൽ കാണിച്ചു കൊടുത്തു, നിങ്ങൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ മുമ്പിൽ നിങ്ങൾ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് ഇസ്രായേലിനും കാണിച്ചു കൊടുത്തു, ലോകത്തിനും കാണിച്ചു കൊടുത്തു. ബാക്കി അമേരിക്കയൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഇവരൊന്നും ചെയ്യില്ല എന്നുള്ളതായിരുന്നു. ഇസ്രായേൽ ഒന്നും ചെയ്യില്ലെന്ന് അമേരിക്ക അടക്കം പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അവരിതെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവിടെ കാണിച്ചു കൊടുത്തു. മാത്രമല്ല ആ സമയത്ത് വേറെ ഈ റഷ്യ ഇവരോട് പ്രത്യേകിച്ചൊരു സഹതാപോ ഒന്നും കാണിച്ചില്ല. അതായത് ഞങ്ങൾ തന്ന സാധനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടൊരു കാര്യം ഉണ്ടായില്ലല്ലോ എന്നുള്ളതിനെ പറ്റിയൊരു സോറിയും പറഞ്ഞില്ല. അവരും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇസ്രായേൽ ഇറാൻ ഒരു ചെറിയ സൂത്രം ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് പോയ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും തല്ലി കഴിഞ്ഞാൽ നമ്മൾ ചേട്ടന്മാരെ വിളിച്ചുകൊണ്ടിരും, ചേട്ടന്മാർക്ക് നല്ല മസിലുണ്ടെന്ന് കാണിക്കാനായിട്ട്. അതേപോലെ പാകിസ്ഥാൻ്റെ അടുത്ത് പോയി, പാകിസ്ഥാനിൽ ന്യൂക്ലിയർ ബോംബുണ്ട്, അതുകൊണ്ടാണ് അവിടെ പോണത്, കണ്ടോ ഞങ്ങൾക്ക് എൻ്റെ കയ്യിലില്ലെങ്കിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ കയ്യിലുണ്ടെന്നുള്ളൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലും ഈ പറഞ്ഞ കാര്യം അറിയാം. അതായത് പാകിസ്ഥാനും ഇറാനുമായിട്ട് ശത്രുക്കളാണ്, പ്രാക്ടിക്കലി ശത്രുക്കളാണ്. എപ്പോഴും ഈ കഴിഞ്ഞ ആഴ്ച പോലെ ബോർഡർ ക്ലാഷസ് ഉണ്ടായി. ജെറുസലേമിനെ മോചിപ്പിക്കുക എന്ന് തന്നെയാണല്ലോ ഇസ്ലാമിക ലോകത്തിന്റെ ആവശ്യം. അതുണ്ട്. പക്ഷേ ഇവർ തമ്മിലും ശത്രുതയുണ്ട്. അപ്പോൾ ഇവിടെ ഈ ബോർഡറിൽ ഇറാനും പാകിസ്ഥാനുമായിട്ട് സ്ഥിരം ക്ലാഷ് നടക്കുന്നുണ്ട്. അത് കൂടാതെ ഈ ഇറാൻ്റെയും അവരുടെ മതവിശ്വാസം അനുസരിച്ച് ഒരു ഫെസ്റ്റിവലുണ്ട്, മുഹറം എന്ന് പറയുന്നത്. ഈ മുഹറത്തിൻ്റെ ദിവസം എങ്ങനെയായാലും പാകിസ്ഥാനിലെ ചില
അവരുടെ ആരാധനാലയങ്ങളുണ്ടല്ലോ, പാകിസ്ഥാനിലുള്ള ഷിയ ആരാധനാലയങ്ങളിലും കർബല എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെയുണ്ട് ഷിയ ആരാധനാലയങ്ങൾ. ഇവിടെ രണ്ടിടത്തും ഈ മുഹറം എന്ന് പറയുന്ന ദിവസം അറ്റാക്ക് നടക്കും. അത് സുന്നികളാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ വെച്ച് യാതൊരു കാരണവശാലും പാകിസ്ഥാൻ അവർ ഈ ന്യൂക്ലിയർ വെപ്പണമൊന്നും കൊടുത്ത് സഹായിക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ഈ കൊടുക്കുന്നത് നല്ല സാധനമാണെന്ന് അറിയാനായിട്ട് ആദ്യം ചിലപ്പോൾ പാകിസ്ഥാൻ്റെ മേതായിരിക്കും പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയർ വെപ്പൺസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബസ്മാസറിന് വരം കൊടുത്തതുപോലെ ആകും എന്നുള്ളത് പാകിസ്ഥാൻ അറിയാം. അതുകൊണ്ട് ആ യാത്ര എന്ന് പറഞ്ഞാൽ വെറുതെ ആൾക്കാരെ കാണിക്കാനുള്ളൂ. പിന്നെ ഒരു പാഠം ഇതിൽ നിന്ന് ഇറാൻ മനസ്സിലാക്കുന്നത്, നമ്മളൊരു രാജ്യത്ത് അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ആ രാജ്യം എങ്ങനെയുള്ളതാണ്, അവിടുത്തെ ഭരണാധികാരി എങ്ങനെയുള്ളതാണ് എന്ന് നേരത്തെ ഒന്ന് മനസ്സിലാക്കണം. അത് അവർക്കിപ്പോൾ പിടികിട്ടിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ അവിടുത്തെ ജൂതവംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ മൊത്തം കിട്ടിയിരിക്കുന്ന നൊബേൽ പ്രൈസസിൻ്റെ 22% വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഒരു ജൂതൻ പറഞ്ഞു ദൈവം ഉണ്ട്, ലോകം മുഴുവനും വിശ്വസിച്ചു ദൈവമുണ്ട്. ഒരു ജൂതൻ പറഞ്ഞു ദൈവം ഇല്ല, ലോകം മുഴുവനും വിശ്വസിച്ചു ദൈവം ഇല്ല. അപ്പോൾ ദൈവം ഉണ്ടെന്ന് പറഞ്ഞ ജൂതൻ ജീസസ് ക്രൈസ്റ്റാണ്, ദൈവം ഇല്ല എന്ന് പറഞ്ഞ ജൂതൻ കാൾ മാർക്സാണ്. ഇവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതനുസരിച്ച് ലോകത്തെ ചിന്ത മാറുകയാണ്. അതുകൂടാതെ ഐൻസ്റ്റൈനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം എന്താണ് മുതൽ, അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഇസ്രായേലിലുള്ളത്. അപ്പോൾ അവരെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ രണ്ടാമതൊന്നും കൂടി ചിന്തിക്കണം. അതുകൂടാതെ ഈ ഇസ്രായേൽ ഭരിക്കുന്ന ആളെങ്ങനെയുള്ളതാണ്, അങ്ങനെ തന്നെ ഒരു മിലിറ്ററി കമാൻഡറാണ്, മിലിറ്ററി ടെക്നോളജി നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനെ പറ്റി ലോകം മുഴുവനും അറിയും. കേണൽ പറയുന്ന ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ഉണ്ടല്ലോ, നെതന്യാഹു, അദ്ദേഹത്തിൻ്റെ ബ്രദറുണ്ട് ഒരു കേണൽ ജോനത്താൻ നെതന്യാഹു എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹമാണ് എൻ്റെ പേരിൽ ടെററിസ്റ്റ് റാഞ്ച് കൊണ്ടുപോയ വിമാനം എൻ്റെ ബേയിൽ നിന്നും രക്ഷപ്പെടുത്തി അവിടുത്തെ യാത്രക്കാരെയൊക്കെ വേറെ ഒരു പ്രശ്നവും കൂടാതെ കൊണ്ടുവന്ന ഒരു ഭയങ്കര സൂപ്പർ കമാൻഡോ ആയിരുന്നു ഈ നെതന്യാഹുവിൻ്റെ ബ്രദർ. അദ്ദേഹം ആ കമാൻഡോ ഓപ്പറേഷനിൽ മരിച്ചുപോയി, പക്ഷേ ബാക്കി എല്ലാവരും രക്ഷപ്പെടുത്തി ആ ടീം കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ് നെതന്യാഹു. പിന്നെ ജനങ്ങളുടെയും ജനതയുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, അവരുടെ നോബൽ പ്രൈസസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആൾക്കാരെ ആക്രമിക്കാൻ പോകുമ്പോൾ രണ്ടാമതൊന്നുകൂടി ചിന്തിക്കണം എന്നുള്ള പാഠവും ഈ ഇസ്ഫഹാൻ സംഭവത്തിൽ നിന്ന് ഇറാൻ പഠിച്ചു. ഇതാണ് ഇവരുടെ ഇപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന പാഠം. ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്, എന്തൊക്കെ ഇസ്രായേൽ അവരുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ലോകത്ത് പലയിടങ്ങളിലും പാലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം US കോളേജസുകളിലുള്ള വിദ്യാർത്ഥികളടക്കം ഇത്തരം രീതിയിലുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തകൾ കണ്ടതാണ്. ഇസ്രായേൽ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ശരിയാണോ? മനുഷ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമല്ലേ ഇസ്രായേൽ ചെയ്യുന്നത് എന്ന ചോദ്യം നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലും ഇത് മുഴങ്ങിയിരുന്നല്ലോ, കേരളത്തിൽ മുഴങ്ങിയിരുന്നു. ഇസ്രായേലിനെ പറ്റി മാത്രമേ ഇവിടെ കുറ്റം പറയാറുള്ളൂ. പക്ഷേ എല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെയാണെന്ന് അതിനർത്ഥമില്ല. ഇപ്പോൾ ഇസ്രായേലിൽ കയറി 1000 പേരെ കൊന്നു, അത് തെറ്റാണെന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ അതിനെതിരെ ജാഥ നടത്താൻ കേരളത്തിൽ ഒരിക്കലും ആൾക്കാരുണ്ടാവാറില്ല. പക്ഷേ ഇസ്രായേൽ കയറി അങ്ങോട്ടെന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ കുറേ പേര് ജാഥ നടത്തും. ഇത് തന്നെയാണ് അമേരിക്കയിൽ നടക്കുന്നത്. അതാണ് സംഭവം. ഇപ്പോൾ ഈ 1000 പേര് ഇസ്രായേൽ കൊല്ലുമ്പോൾ യാതൊരു കുറ്റം ആരും കാണുന്നില്ല. അതുപോലെ തന്നെ അവിടെയും ചിലർ കുറ്റം കാണാതെ, പിന്നെ ചിലരുടെ സ്വഭാവമാണ് ജാഥ നടത്തുക എന്നുള്ളത്, ചിലരുടെ സ്വഭാവമാണ് ജാഥ നടത്താതിരിക്കുക എന്നുള്ളത്. അത്രേ ഇതിൽ കാര്യമുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.